ഉദ്ധിത, ദൈവമേ, രക്ഷക, സമാധാനമേ. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ വീഡിയോ പൂർത്തീകരിക്കാൻ പറ്റിയില്ല, കുറച്ചും കൂടെ പറയാനുണ്ട് ദൈവം പറയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കിയ കാര്യം എന്താ? അപ്പം നമുക്ക് നമ്മുടെ വിചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ സന്തോഷങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് ഒരു വലിയ മുതലെടുപ്പായില്ല തീരുന്നത്. അതായത് മറ്റ് ചില വ്യക്തികൾക്ക് വേണ്ടി, മറ്റ് ചില ഗ്രൂപ്പുകൾക്ക് വേണ്ടി, മറ്റ് ചില പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ എന്തായിത്തീരുന്നു? ഹോമിക്കപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മൾ ബലിയാടായിത്തീരുന്നു. നമ്മളെന്ന് പറയുമ്പോൾ നിരപരാധികളാണ് ഏറ്റവും കൂടുതലും. ഇതിൻ്റെ മുതലെടുപ്പ് എവിടെ ഉണ്ടാകുന്നത്? ചില ബിസിനസ്സുകളുടെ പുരോഗതിക്ക് വേണ്ടി, ചില വ്യക്തികളുടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, ചില വ്യക്തികളുടെ ഗുണങ്ങൾക്ക് വേണ്ടി. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മുതലെടുപ്പുള്ള ഗുണമാണ്, നല്ല ഗുണമൊന്നും അല്ലത്. കാരണം അവരുടെ ചില സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ചിലർ പലപ്പോഴും ബലിയാടായിത്തീരുന്നു. കാരണം എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മളിലുള്ള ആ സന്തോഷത്തിലേക്ക് സന്തോഷം വരുന്നത് പോലെയാണോ നമ്മളിലുള്ള നിരാശയിലേക്ക് നിരാശ കടന്നു വരുന്നത്? ആ നിരാശയുടെ ശക്തി എത്ര പവറായിരിക്കുമെന്ന് ഓർക്ക്. പലതരത്തിലുള്ള ഒത്തിരി നിരാശയുടെ ഒരു ഗ്രൂപ്പ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ എത്ര ശക്തിയുള്ളതായിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല ആ സമയത്ത് എന്നിലുള്ള കാര്യങ്ങളല്ല, എന്നിൽ കുറവുകളുണ്ട്, എന്നിൽ ദുഃഖമുണ്ട്, എന്നിൽ പലതും നേടേണ്ടതായിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ആ നേടേണ്ട കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ. എനിക്ക് പരിശ്രമിച്ചാൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് മറ്റുള്ളവരിലൂടെ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത്തരം കാര്യങ്ങൾ. പക്ഷേ ഞാൻ ആ ഒരു നിമിഷം ശക്തമായ രീതിയിൽ ആ ഗ്രൂപ്പിൽ, ആ എനർജി ഗ്രൂപ്പിൽ പെട്ടുപോയി. എൻ്റെ ജീവിതത്തെ ഏത് തരത്തിലാണ് ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാറുണ്ടോ? അത് പോസിറ്റീവ് തലത്തിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും കർത്താവായ ദൈവം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. ദൈവകര രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയുടെ റോള് വളരെ വിലപ്പെട്ടതാണ്. ക്രിസ്തുവിനോട് കൂടി നടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് സഹനങ്ങളുടെ ആഴത്തിലേക്ക് കടന്നുപോയ പരിശുദ്ധ അമ്മയുടെ ആ ദൈവിക ശക്തി, ദൈവം കൊടുത്ത ശക്തി എത്രയോ വലുതാണ്. ഒരിക്കലും അമ്മയിൽ നിന്നും ആരും അകന്നു പോരുതെന്ന് പ്രത്യേകമായി പിതാവായ ദൈവം പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൈക്ക് പിടിച്ച് നടക്കുവാൻ ശക്തി ഉണ്ട് പരിശുദ്ധ അമ്മ. കാരണം അത്രത്തോളം സന്തോഷത്തിനപ്പുറത്ത് സഹനങ്ങളിലൂടെ കടന്നുപോയി ആ ദൈവകര രക്ഷാകര പദ്ധതി തൻ്റെ ജീവിതത്തെ രഹസ്യമായി ഉള്ളിൽ വെച്ചുകൊണ്ട് അമ്മ വിജയം നേടിത്തന്നു. പിശാചിൻ്റെ മേലിൽ, ദുർശക്തിയുടെ മേലിൽ അമ്മ തല തകർത്തുകൊണ്ട് നമ്മൾ വിജയത്തിലെത്തിച്ചു. കർത്താവായ ക്രിസ്തുവിൻ്റെ കർമ്മം, ദൈവപുത്രൻ്റെ കർമ്മം, ദൈവത്തിൻ്റെ കർമ്മം രക്ഷാകര പദ്ധതിയായി തീർത്തു. അതിനാൽ പരിശുദ്ധ അമ്മയിൽ നിന്നും കുറച്ച് അകന്നു പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പിതാവായ ദൈവം അകന്നു പോകരുത്. അമ്മയുടെ